സീസൺ 1 തുടങ്ങിയ സീസൺ 1 അല്ല, സീസൺ 6 1 ഡേ തൊട്ടിട്ട് ഈ നിമിഷം വരെ ഒരാളുടെ ജേണിയെ പറ്റി, രണ്ടാൾക്കാരുടെ ജേണിയെ പറ്റി ഞാൻ പറയാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ജാസ്മിൻ കോംബോ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പവർ ടീമിലോട്ട് കയറിയതിനു ശേഷം പവർ വളരെ മിസ്യൂസ് ചെയ്തു. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുക, ജാൻമണി ഐസ്ക്രീം എടുത്തപ്പോൾ ഒരു ആക്ഷനും ഇല്ലാതെ ഒന്നും ചോദിച്ചിട്ട് വേണ്ടി എടുക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ആള് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആളുടേതായ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ പവറിനെ മിസ്യൂസ് ചെയ്ത് തോന്നുമ്പോൾ അത് വലിച്ചിട്ടിട്ട് പോവുക, അതല്ലെങ്കിൽ ഒരാളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കളിക്കുന്ന ആളെ നോമിനേറ്റ് ചെയ്തിട്ട് ജാസ്മിനെ സൈക്കോളജിക്കൽ മൂവ് കാണിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക. എവിടെയെങ്കിലൊക്കെ മൂലക്കിരുന്ന് സംസാരിക്കാതെ ഞാനെ പറ്റിയിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ ആളുകളുടെ അറ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, പിന്നെ പതുക്കെ പോസിറ്റീവ് ആക്കിയാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ആൻഡ് ജാസ്മിൻ്റെ പാരൻസ് വിളിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസ് ഒക്കെ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ജബ്രി കഥകൾ പറയുന്നു. അതിനുശേഷം ഗബ്രി നമ്മുടെ റോക്കിയെ ഒരു രീതിയിലും പ്രൊവോക്ക് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ, ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ആ ഒരു വേർഷൻ അങ്ങനെ. ഓക്കെ, പ്രൊവോക്ക് ചെയ്യുക, മാക്സിമം പ്രൊവോക്ക് ചെയ്യുക. റോക്കിയോടും ചോദിക്കുന്നുണ്ടായിരുന്നു, ആണാണെങ്കിൽ തല്ലടാ, ആണാണെങ്കിൽ തല്ലടാ. എന്ത് തേങ്ങയ്ക്കാണ് ഇയാൾ ഈ ജെൻഡർ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്? ആണാണെങ്കിൽ തല്ലടാ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം ഇടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ പ്രൊവോക്കിംഗ് ഗെയിമാണ്, ശരിയാണ്. എന്നാലും കണ്ടിരിക്കുന്നത് നമുക്കും തോന്നും കവാല നോക്കി പറഞ്ഞോട് കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അതിനകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഇനി അടുത്ത വ്യക്തിയാണ് ജിൻഡോ വന്നപ്പോൾ തൊട്ട് ഉറക്കായിരുന്നു, പറഞ്ഞ മുഴുവനും വളിപ്പായിരുന്നു, പറയുന്ന മുഴുവനും ഉടക്കായിരുന്നു, ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന രീതിയിലായിരുന്നു. യമന ചേച്ചിയുടെ മോശമായിട്ട് സംസാരിച്ചു. അങ്ങനെ പല സിറ്റുവേഷനിൽ പല കാര്യങ്ങളും നടന്നു എന്നുണ്ടെങ്കിലും ആള് എന്താന്ന് മനസ്സിലാക്കി പവറായിട്ട് തന്നെ യൂസ് ചെയ്ത് കളിച്ചിട്ടാണ് പവർ എടുത്തത്. അല്ലാതെ വെറുതെ ഗബ്രിയെ പോലെ ഒരു ഇതിൽ കിട്ടിയതല്ല. ആളുടേതായ രീതിയിൽ പവർ ചെറിയ കാര്യത്തിലാണെങ്കിലും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും തട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ആളുകളെല്ലാവരും മണ്ടെന്ന് വിളിച്ചെങ്കിൽ ഇപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്, പ്രേക്ഷക മനസ്സിലോട്ട് കയറുന്നുണ്ട്. കാരണം ആൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു പ്രൊമോ കാണുന്നുണ്ടായിരുന്നു. ഗബ്രി ഓപ്പൺ ആയിട്ട് ജിൻഡോയെ മണ്ടൻ എന്ന് വിളിക്കുന്നു. ആണാണെങ്കിൽ തല്ലടാന്ന് പറയുന്നു. ഇതിൽ ശരിക്കും ആരാണ് മണ്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ പെർസെപ്ഷനിൽ ഞാൻ പറയും ഗബ്രിയാണ് മണ്ടെന്ന്. ഗബ്രിയുടെ ഫാൻസ് ഇപ്പോൾ ഒന്ന് കുന്തളിപ്പ് കാണിച്ചാലും വിഷയമൊന്നുമില്ല. അവൻ മണ്ടനാന്ന് മാത്രമല്ല, അവനൊരു കണ്ടന്റും അതിനകത്ത് കൊടുക്കുന്നില്ല. വെറുതെ അറ്റൻഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു താൻ എന്ത് തേങ്ങ ചെയ്തതെന്നുള്ളത്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ചെയ്ത സമയം വരെ എന്തൊക്കെ ചെയ്തേക്കണമെന്ന് എനിക്ക് വൃത്തിക്ക് അറിയാം. പക്ഷേ ആസ് എ പേഴ്സൺ നിങ്ങളെക്കാളും കൂടുതൽ എനിക്ക് അതിനകത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ബിഗ് ബോസിൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ ഫേസ് ടു ഫേസ് എന്താ പറയാ, ജിൻഡോന്റെ വായിലോട് കയറി നിന്നിട്ട് ഗബ്രി സംസാരിക്കുന്നുണ്ട്, മണ്ടൻ എന്ന് വിളിക്കുന്നുണ്ട്, ആണാണെങ്കിൽ തല്ലടാന്ന് പറയുന്നുണ്ട്. ശരിക്കും ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയ ഗബ്രി ഇല്ല. എത്ര പ്രൊവോക്കിംഗ് ഗെയിമാന്ന് പറഞ്ഞപ്പോഴും പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ റോക്കി സിജോയ്ക്ക് കൊടുത്തത് റോക്കിയുടെ ഒന്നും കിട്ടണ്ടായിരുന്നു, ഗബ്രിക്ക് എന്തോ മാറിപ്പോയി. റോക്കിയുടെ അടുത്തും ചോദിക്കണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ എന്തിനാണ് ഈ ആണാണെങ്കിൽ തല്ലട എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നോട്ട് ഇവൻ ഈ കുന്തളിപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കണം. ആണുങ്ങളുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ പറയും ആണാണെങ്കിൽ തല്ലടാന്ന് പറയും. എനിക്ക് ആ ഒരു സ്ട്രാറ്റജിയെ മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ആരാണ് ജിൻഡോനെ മണ്ടെന്ന് വിളിക്കാനായിട്ട്? ജിൻഡോ എവിടെയോ നിൽക്കുന്നു. അയാളെ ഗ്രാഫ് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഗബ്രിയുടെ ഗ്രാഫ് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ലിറ്ററലി ഗബ്രിയാണോട് മണ്ടങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.